ശ്രദ്ധിക്കണേ. രാജേന്ദ്ര ചോള 1016 to 1044. Rajendra Chola was Rajaraja's son. He succeeded his father to the throne. Rajendra Chola made the empire even more powerful. His army defeated the Cheras, the Chalukyas, and marched as far north as modern-day West Bengal, where he defeated the Palas. After this victory, Rajendra Chola called himself Gangai Konda Chola, which means one who has conquered places up to the river Ganga. He also built a new capital near Tanjavur and called it Gangai Konda Cholapuram. ഇപ്പൊ രാജേന്ദ്ര ചോള എന്ന് പറയുന്നത് ആരായിരുന്നു? രാജേന്ദ്ര ചോള വാസ് രാജരാജാസ് ഫസ്റ്റ്, രാജരാജ ചോളാസ് സൺ. രാജരാജ ചോളയുടെ മകനാണ് ആര്? രാജേന്ദ്ര ചോള. ഹി സക്സീഡഡ് ഹിസ് ഫാദർ, അദ്ദേഹത്തിന്റെ ഫാദറിനെ സക്സീഡ് ചെയ്തു. രാജേന്ദ്ര ചോള മെയ്ഡ് ദ എംപയർ ഈവൻ മോർ പവർഫുൾ. ഇപ്പൊ രാജരാജ ചോള സൺ രാജേന്ദ്ര ചോള മെയ്ഡ് ദ എംപയർ മോർ പവർഫുൾ. ഇപ്പൊ രാജേന്ദ്ര ചോളയുടെ മകനായ രാജരാജ ചോളയുടെ മകനായ രാജേന്ദ്ര ചോള ഈ സാമ്രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി. ഹിസ് ആർമി ഡിഫീറ്റഡ് ദ ചേരാസ് ആൻഡ് ചാലൂക്യാസ്. അതായത് ഇദ്ദേഹത്തിന്റെ ആർമി, ഈ രാജേന്ദ്ര ചോളയുടെ ആർമി ആരെ പരാജയപ്പെടുത്തി? ചേരാസിനെയും ചാലൂക്യാസിനെയും പരാജയപ്പെടുത്തി. ആൻഡ് മാർച്ച്ഡ് ആസ് ഫാർ ആസ് നോർത്ത് ആസ് മോഡേൺ ഡേ വെസ്റ്റ് ബംഗാൾ. അപ്പം ചേരന്മാരെയും ചാലൂക്യന്മാരെയും പരാജയപ്പെടുത്തിയതിനു ശേഷം അവർ എങ്ങോട്ട് മാർച്ച് ചെയ്തു? ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലേക്ക് മാർച്ച് ചെയ്തു. അതെ, വെസ്റ്റ് ബംഗാളിൽ എന്താ സംഭവിച്ചെന്നറിയോ? വേർ ഹി ഡിഫീറ്റഡ് ദ പാലാസ്. അവരെ പാലാസിനെ പരാജയപ്പെടുത്തിയ ഇന്നത്തെ വെസ്റ്റ് ബംഗാളിലേക്ക് അദ്ദേഹം അവരെ മാർച്ച് ചെയ്തു. Then after this victory, രാജേന്ദ്ര ചോള called himself ഗംഗൈ കൊണ്ട ചോള. ഈ ഒരു നേട്ടത്തിന് ശേഷം രാജേന്ദ്ര ചോളയെ അദ്ദേഹം സ്വയം അഭിസംബോധന ചെയ്തു. എന്ത്? ഗംഗൈ കൊണ്ട ചോള. എന്താ അഭിസംബോധന ചെയ്തത്? ഗംഗൈ കൊണ്ട ചോള, which means one who has conquered places up to the river Ganga. അതിന്റെ മീനിങ് ഗംഗൈ കൊണ്ട ചോള എന്നതിന്റെ അർത്ഥം എന്താണ്? ആരാണോ ഈ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് എവിടെ റിവർ ഗംഗയുടെ സ്ഥലം വരെ, ഗംഗാ റിവർ വരെ ആരാണോ പിടിച്ചെടുത്തത് അവരെയാണ് എന്ത്? ഗംഗൈ കൊണ്ട ചോള എന്ന് പറയാം. അങ്ങനെ നമ്മുടെ രാജേന്ദ്ര ചോള സ്വയം അദ്ദേഹത്തെ പറയാണെന്ത്? ഗംഗൈ കൊണ്ട ചോള എന്ന്. ഹി ഓൾസോ ബിൽറ്റ് എ ന്യൂ ക്യാപിറ്റൽ. അദ്ദേഹം ഒരു പുതിയ ക്യാപിറ്റൽ ഉണ്ടാക്കി. എവിടെ? നിയർ തഞ്ചാവൂർ. തഞ്ചാവൂരിനടുത്ത് പുതിയ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആ ക്യാപിറ്റലിനെ, തഞ്ചാവൂരിനടുത്തുള്ള ആ ക്യാപിറ്റലിന്റെ പേരാണ് ഗംഗൈ കൊണ്ട ചോളാപുരം. എന്താ? ഗംഗൈ കൊണ്ട ചോളാപുരം. ശ്രദ്ധിക്ക, രാജേന്ദ്ര ചോള 1016 to 1044. രാജേന്ദ്ര ചോള വാസ് രാജരാജാ's son. Son of Rajaraja Chola is Rajendra Chola. Then he succeeded his father and he made his empire more powerful. His army defeated Cheras and Chalukyas and marched West Bengal, where he defeated Palas. പാലാസിനെ പരാജയപ്പെടുത്ത വെസ്റ്റ് ബംഗാളിലേക്ക് അവർ മാർച്ച് നടത്തി. ഈ ഒരു നേട്ടത്തിന് ശേഷം, അതായത് ഈ ഒരു വിക്ടറിക്ക് ശേഷമാണ് രാജരാജ ചോളനെ എന്തറിയപ്പെടുന്നത്? ഗംഗൈ കൊണ്ട ചോള എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? ചേരന്മാരെയും ചാലൂക്യന്മാരെയും പരാജയപ്പെടുത്തി വെസ്റ്റ് ബംഗാളിലേക്ക് മാർച്ച് നടത്തിയതിനു ശേഷം അദ്ദേഹത്തെ അറിയപ്പെടുന്നു. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ പറയണത് ഗംഗൈ കൊണ്ട ചോള എന്ന്. ഗംഗൈ കൊണ്ട ചോള എന്ന് പറഞ്ഞ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹു ഹാസ് കോൺകേർഡ് പ്ലേസസ് അപ് ടു റിവർ ഗംഗ. റിവർ ഗംഗ വരെയുള്ള സ്ഥലം ആരാണോ കോൺകർ ചെയ്ത് അവരെയാണ് എന്ത് പറയാ? ഗംഗൈ കൊണ്ട ചോള. അങ്ങനെ രാജേന്ദ്ര ചോള തന്നെ അദ്ദേഹത്തെ പറയാണ് ഗംഗൈ കൊണ്ട ചോള എന്ന് വിശേഷിപ്പിച്ചു. ഹി ഓൾസോ ബിൽറ്റ് എ ന്യൂ ക്യാപിറ്റൽ നിയർ തഞ്ചാവൂർ. തഞ്ചാവൂരിനടുത്ത ഒരു പുതിയ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ആ ക്യാപിറ്റലിന്റെ പേരാണെന്ത്? ഗംഗൈ കൊണ്ട ചോളാപുരം. ഗംഗൈ കൊണ്ട ചോളാപുരം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ രാജേന്ദ്ര ചോളയുടെ ആ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആയിരുന്നു ഗംഗൈ കൊണ്ട ചോളാപുരം. മനസ്സിലായോ? ഗംഗൈ കൊണ്ട ചോളാപുരം എവിടെയാ? തഞ്ചാവൂരിനടുത്ത്. Next one, Rajendra Chola's most daring campaign was in Southeast Asia. For centuries, Indian merchants had been trading with various parts of Southeast Asia and southern China. Indian ships had to pass through the Straits of Molucca, which was controlled by the kingdom of Srivijaya.
The merchants of Srivijaya did not allow Indian ships and merchants to sail in this region. Many of these merchants were from the Chola kingdom. They appealed to Rajendra Chola for help. He sent his fleet and he defeated the Srivijaya king. So trade with Southeast Asia and southern China made the Chola kingdom very wealthy. അങ്ങനെ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചു ഗംഗൈകൊണ്ട ചോള എന്ന്. പിന്നെ അവരുടെ ക്യാപിറ്റൽ ഗംഗൈകൊണ്ട ചോളാപുരാണ് നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ രാജേന്ദ്ര ചോളയുടെ ഒരു ഡയറിംഗ് ക്യാമ്പയിൻ ഏതായിരുന്നു അറിയോ? സൗത്ത് ഈസ്റ്റ് ഏഷ്യ. സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇസ് ദ മോസ്റ്റ് ഡയറിംഗ് ക്യാമ്പയിൻ ഓഫ് രാജേന്ദ്ര ചോള. For centuries, Indian merchants had been trading with various parts of Southeast Asia and southern in China. Southern ചൈനയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായി ഇവർക്ക് ഈ ഇന്ത്യൻ മർച്ചൻസിന് നല്ലൊരു വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ആ ഇന്ത്യൻ മർച്ചൻസ് മറ്റുള്ള, അതായത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും സതേൺ ചൈനയുമായി നല്ലൊരു വ്യാപാര ബന്ധത്തിലായിരുന്നു. അങ്ങനെ ഇന്ത്യൻ ഷിപ്സ്, കുറെ ഇന്ത്യൻ കപ്പലുകൾ ഏതിലൂടെ മൊലൂക്ക എന്ന് പറയുന്ന ആ ഒരു സ്ട്രേറ്റ്സിലൂടെ ഇന്ത്യൻ കപ്പൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. ഇത് വിച്ച് വാസ് കൺട്രോൾഡ് ബൈ ദ കിങ്ഡം ഓഫ് ശ്രീവിജയ. ഇതേതായിരുന്നു? ശ്രീവിജയയുടെ കൺട്രോൾ ചെയ്യുന്ന സാമ്രാജ്യമായിരുന്നു. ഈ ശ്രീവിജയയുടെ കിങ്ഡത്തിലൂടെ ഇന്ത്യൻ ഷിപ്സ് പാസ് ചെയ്തു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ദ മർച്ചന്റ്സ് ഓഫ് ശ്രീവിജയ ഡിഡ് നോട്ട് അലൗ, അങ്ങനെ ശ്രീവിജയയുടെ ആ സ്ട്രേറ്റ്സിലൂടെ പോകുന്ന ഇന്ത്യൻ കപ്പലുകളെ ആര് തടഞ്ഞു? ശ്രീവിജയയുടെ ആൾക്കാർ. കാരണം അതിലൂടെ കപ്പൽ പാസ് ചെയ്യുന്ന അവർക്ക് ഇഷ്ടമില്ല. അവരങ്ങനെ അത് കപ്പൽ പോകുന്നതിനെയും അതുപോലെ സെയിൽ ചെയ്തു പോകുന്നതൊക്കെ എതിർത്തു. അങ്ങനെ മെനി ഓഫ് ദീസ് മർച്ചന്റ്സ് വർ ദ ചോള കിങ്ഡം. അങ്ങനെ ഇതിലൂടെ പോയ മർച്ചന്റ്സിൽ കൂടുതൽ ആൾക്കാരും ചോള കിങ്ഡത്തിൽ, ചോള സാമ്രാജ്യത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? ദേ അപ്പീൽഡ് ടു രാജേന്ദ്ര ചോള. അങ്ങനെ അവരെ അപ്പീലിന് പോയി. എന്താ അപ്പീൽ ചെയ്തേ? നമുക്ക് ഇതിലൂടെ പോകാനുള്ള ഇന്ത്യൻ ഷിപ്സിനെ ഇതിലൂടെ അവർ കടത്തി വിടുന്നില്ല, അതുപോലെ കപ്പലുകൾ സെയിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാര് നമ്മുടെ രാജേന്ദ്ര ചോളയുടെ അടുത്ത് പോയി. സമ്മതിക്കാത്തത് ആരായിരുന്നു? ശ്രീവിജയ അല്ലെ. ശ്രീവിജയയിലൂടെ പോകുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരാണ് എതിർത്തത്. അങ്ങനെ രാജേന്ദ്ര ചോളയുടെ അടുത്തേക്ക് ഹെൽപ്പിന് പോയി. ഹി സെൻഡ് ഹിസ് ഫ്ലീറ്റ് ആൻഡ് ഡിഫീറ്റഡ് ദ ശ്രീവിജയ കിങ്. സോ ട്രേഡ് വിത്ത് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് സതേൺ ചൈന മെയ്ഡ് ദ ചോള കിങ്ഡം വെരി വെൽത്തി. അങ്ങനെ നമ്മുടെ രാജേന്ദ്ര ചോള അതിൽ ഇടപെട്ടു. അതിനുശേഷം നമ്മുടെ ചോള കിങ്ഡം വളരെ ധനികമായി അല്ലെ, വളരെ വെൽത്തിയായി. എങ്ങനെ? ട്രേഡിലൂടെ. മനസ്സിലായോ? അപ്പൊ രാജേന്ദ്ര ചോളയുടെ ഒരു ഡയറിംഗ് ക്യാമ്പയിൻ ആയിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ അല്ലെങ്കിൽ സതേൺ ചൈനയുമായി ഇന്ത്യക്ക് നല്ലൊരു വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീവിജയ കിങ്ഡത്തിലൂടെയാണ് ഇന്ത്യൻ ഷിപ്പ് പാസ് ചെയ്തിരുന്നത്. അങ്ങനെ അവരത് എതിർക്കാൻ തുടങ്ങി. അതിനെ എതിർത്തു. ഇതിലൂടെ ഇന്ത്യൻ ഷിപ്പ് പാസ് ചെയ്യുന്നതിനെതിരെ അവർ വിലക്ക് കൊണ്ടുവന്നു. അങ്ങനെ കൂടുതൽ ഷിപ്സും പോയിക്കൊണ്ടിരുന്നത് ചോള കിങ്ഡത്തിലെ ഷിപ്സ് ആയിരുന്നു കൂടുതലും പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവര് രാജേന്ദ്ര ചോളയുമായി, അവരുടെ ഹെഡായ രാജേന്ദ്ര ചോളയെ കോണ്ടാക്ട് ചെയ്തു, അപ്പീൽ ചെയ്തു. എന്തിനു വേണ്ടി? ഹെൽപ്പ് വേണം. കാരണം ഇതിലൂടെ നമ്മുടെ ഇന്ത്യൻ ഷിപ്സ് പാസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞ് രാജേന്ദ്ര ചോളയുടെ അടുത്ത് പോയി. രാജേന്ദ്ര ചോള ഇടപെട്ടു. അങ്ങനെ രാജേന്ദ്ര ചോളയുടെ ചോള കിങ്ഡം കൂടുതൽ ധനം സമ്പാദിച്ചു അല്ലെ, കൂടുതൽ വെൽത്തിയായി. Then the success of Rajendra Chola continued to fight against the neighboring kingdoms. This continuous conflict depleted the treasury and weakened the Chola power considerably. The empire declined towards the end of the 13th century. അങ്ങനെ നമ്മുടെ ചോള കിങ്ഡം വളരെ വെൽത്തി ആയി എന്ന് പറഞ്ഞു. വെരി വെൽത്തി. ചോള കിങ്ഡം became very wealthy. The successors of Rajendra Chola continued to fight against the neighboring kingdoms. അതായത് രാജേന്ദ്ര ചോളയുടെ ആൾക്കാര് വീണ്ടും എന്ത് ചെയ്തു? നിർത്തി അവരെ? ഇല്ല. അദ്ദേഹത്തിന്റെ നെയ്ബറിംഗ് കിങ്ഡംസുമായി എപ്പോഴും ഫൈറ്റ് ആയിരുന്നു. അത് അവർ നിർത്തിയില്ല. ഓൾവേസ് ഫൈറ്റിംഗ് വിത്ത് ദർ നെയ്ബറിംഗ് കിങ്ഡംസ്. ദിസ് കണ്ടിന്യൂസ് കോൺഫ്ലിക്ട് ഡിപ്ലീറ്റഡ് ദ ട്രഷറി ആൻഡ് വീക്കെൻഡ് ചോള പവർ. അങ്ങനെ എപ്പോഴും ചോള വംശത്തിൽപ്പെട്ട രാജേന്ദ്ര ചോളയുടെ സക്സസേഴ്സ് മറ്റുള്ള അയൽ കിങ്ഡവുമായി എപ്പോഴും അയൽ കിങ്ഡമായി എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതുകൊണ്ട് അതോടുകൂടി നമ്മുടെ ചോള സാമ്രാജ്യത്തിന്റെ അധപ്പതനം സംഭവിച്ചു. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. രാജേന്ദ്ര ചോള നമ്മുടെ ശ്രീവിജയയുടെ ആൾക്കാര് ഷിപ്സ് പോകുന്നത് തടഞ്ഞതെങ്കിലും രാജേന്ദ്ര ചോള ഏർപ്പെട്ട് അതിന് ഒരു തീരുമാനമാകുകയും അവരുടെ എംപയർ നല്ല വെൽത്തി ആകുകയും ചെയ്തു.
അതിനുശേഷം എന്നാലും രാജേന്ദ്ര ചോളയുടെ ആൾക്കാര് എന്ത് നിർത്തിയില്ല, മറ്റുള്ള അയൽ കിങ്ഡവുമായുള്ള ഫൈറ്റ് നിർത്തിയില്ല. അങ്ങനെ ഈ ചോള സാമ്രാജ്യം വീക്കെൻഡ് നശിക്കാൻ തുടങ്ങി അല്ലെ, ഡിക്ലൈൻ ചെയ്തു. എപ്പം 13th സെഞ്ചുറി, 13ാം നൂറ്റാണ്ടായപ്പത്തേന് ചോള സാമ്രാജ്യം നശിച്ചു. അത്രയൊന്ന് വായിച്ചു നോക്കിയ മക്കളെ. All of you please read. വായിച്ചു നോക്കിയേ. വായിക്കുന്നുണ്ടോ? എന്താ ഫെയ്ത്തേ, വായിച്ചു നോക്കൂ ഫെയ്ത്തേ. ആൻമരിയ, ആഷിഖ്, ദിയ, ഷോൺ, please read all of you. ഫെയ്ത്ത് വായിക്കുന്നില്ല അല്ലേ ഫെയ്ത്തെ? വായിക്കേ. വായിക്കുന്നുണ്ട് മിസ്. എന്നാ വായിക്കേ. വായിക്കുന്നുണ്ട് മിസ്. ഓക്കെ. ഫിനിഷല്ലേ? ഫിനിഷല്ലേ? അപ്പൊ നമ്മുടെ ചോള സാമ്രാജ്യത്തിൽ ആരൊക്കെയായിരുന്നു, ആരെക്കുറിച്ചൊക്കെ പഠിച്ചു? രാജരാജ ചോളയും രാജേന്ദ്ര ചോളയും. രാജരാജ ചോളയുടെ മകനായിരുന്നു ആര്? രാജേന്ദ്ര ചോള. രാജേന്ദ്ര ചോള പിന്നെ വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കിങ്ഡം വളരെ പവർഫുൾ ആയി മാറി. അങ്ങനെ അദ്ദേഹത്തിന്റെ ആർമി ചേരാസിനെയും ചാലൂക്യാസിനെയും പരാജയപ്പെടുത്തി വെസ്റ്റ് ബംഗാളില്, പലാസിനെ പരാജയപ്പെടുത്തി വെസ്റ്റ് ബംഗാളിലേക്ക് പോയി. ഇങ്ങനെ ചെയ്ത ഈ വിക്ടറിക്ക് ശേഷം അദ്ദേഹത്തെ സ്വയം പറയാണ് ഗംഗൈകൊണ്ട ചോള എന്ന് പറഞ്ഞു. അതിനുശേഷം തഞ്ചാവൂറിനടുത്താണ് ഇവരുടെ ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ കണ്ടെത്തി ബിൽഡ് ചെയ്തു. ആ ക്യാപിറ്റലിന്റെ പേരാണ് ഗംഗൈകൊണ്ട ചോളാപുരം. പിന്നെ ഇവർക്ക് കൂടുതലും ഇവരുടെ ഈ രാജേന്ദ്ര ചോളയുടെ ഒരു ഡെയറിംഗ് ക്യാമ്പയിൻ ആയിരുന്നു സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അങ്ങനെ കുറെ മർച്ചൻസ് ഈ പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും അതുപോലെ സതേൺ ചൈനയുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ പോയ ഷിപ്സ്, ഇന്ത്യൻ ഷിപ്സിനെയൊക്കെ നമ്മുടെ ശ്രീവിജയയുടെ ആൾക്കാർ തടഞ്ഞു വെച്ചു. അങ്ങനെ അവര് രാജേന്ദ്ര ചോളയുടെ അടുത്ത് പോയി പറയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി. അങ്ങനെ ആ ഒരു പ്രശ്നമൊക്കെ അവിടെ സോൾവ് ആയെങ്കിലും രാജേന്ദ്ര ചോള നെയ്ബറിംഗ് കിങ്ഡംസുമായുള്ള എപ്പോഴുമായുള്ള ഫൈറ്റിംഗ് അവസാനിപ്പിച്ചില്ല. അങ്ങനെ 13ാം നൂറ്റാണ്ടിൽ ചോള വംശം എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തു. ഓക്കെ.
Next one, cultural achievements. Temples, cultural achievements. First one, temples. The Cholas were great temple builders. Most of their temples were built in Dravidian style. The Brihadeshwara temple at Tanjavur is the finest example of Chola temple architecture. The temple is now a World Heritage Site. അതായത് ടെമ്പിൾ ചോള വംശക്കാര് ചോള എംപയറിലെ കൂടുതൽ ആൾക്കാരും എന്തായിരുന്നു ടെമ്പിൾ ബിൽഡേഴ്സ് ആയിരുന്നു. The Chola rulers were the Cholas were the great temple builders. Most of their temple built in Dravidian style. അപ്പം ചോളാസ് ഒക്കെ ടെമ്പിൾ ബിൽഡേഴ്സ് ആയിരുന്നു. അവർ കൂടുതലും ഉണ്ടാക്കിയത് ഏത് സ്റ്റൈലിലായിരുന്നു? ദ്രവീഡിയൻ സ്റ്റൈലിലാണ് അമ്പലങ്ങൾ നിർമ്മിച്ചത്. ബൃഹദേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ ഈസ് ദ ഫൈനസ്റ്റ് എക്സാമ്പിൾ. ബൃഹദേശ്വര ടെമ്പിൾ ആണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നല്ല ഒരു എക്സാമ്പിൾ. ഈ ടെമ്പിൾ ബിൽഡേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇത് ബൃഹദേശ്വര ടെമ്പിൾ. ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാണ്? തഞ്ചാവൂർ. തഞ്ചാവൂരുള്ള ബൃഹദേശ്വര ടെമ്പിൾ ആണ് ചോള ടെമ്പിൾ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ. ദ ടെമ്പിൾ ഈസ് നൗ എ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അതായത് ഈ ടെമ്പിൾ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഇന്നൊരു വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. ചോളാസ് വേർ ദ ഗ്രേറ്റ് ടെമ്പിൾ ബിൽഡേഴ്സ്. Then most of the temples built in Dravidian style. The Brihadeshwara temple at Tanjavur is the finest example of Chola temple architecture. The temple is now a World Heritage Site. അതായത് ഈ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണ്. ഓക്കെ ആയില്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഏത് ടെമ്പിളാണ്? ബൃഹദേശ്വര ടെമ്പിള്. ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാ? തഞ്ചാവൂരാണല്ലേ? തഞ്ചാവൂരാണ്. അപ്പൊ നമ്മുടെ ചോള ടെമ്പിൾ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ ആണ് ഇത് ബൃഹദേശ്വര ടെമ്പിള്. മനസ്സിലായോ? ഈ ബൃഹദേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞപ്പോൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇപ്പൊ ഈ ചോളാസ് മിക്ക ആൾക്കാരും ചോളാസ് കൂടുതൽ ആൾക്കാരും എങ്ങനെയില്ലായിരുന്നു? അമ്പല നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ടെമ്പിൾ ബിൽഡേഴ്സ് ആയിരുന്നു. അങ്ങനെ അവരുണ്ടാക്കുന്നത് എപ്പോഴും ദ്രവീഡിയൻ സ്റ്റൈലിലാണ് അവര് അമ്പലങ്ങൾ നിർമ്മിച്ചത്. ആ ദ്രവീഡിയൻ സ്റ്റൈലിൽ ഒരു അമ്പലത്തിന് എക്സാമ്പിൾ ആണ് ബൃഹദേശ്വര ടെമ്പിള്. ബൃഹദേശ്വര ടെമ്പിൾ തഞ്ചാവൂരാണ്. ഓക്കെ, അണ്ടർസ്റ്റുഡ് ആണോ മക്കളെ? ഷോണ് മനസ്സിലായി, ദെൻ ദിയയ്ക്ക് മനസ്സിലായി, ഫെയ്ത്തിന് ഓക്കെ, ആഷിഖ് ആൻഡ് ആൻമരിയ ആൻമരിക്ക് മനസ്സിലായി. Then next one, sculpture. The Cholas also excelled at making images of gods and goddesses. These images were either of stone or bronze, the latter being more popular. The bronze image of Lord Shiva as Nadaraja, Lord of Dance, is one of the finest specimens of Chola art. അതായത് അവരുടെ സ്കൾപ്ചർ. ദ ചോളാസ് ഓൾസോ എക്സെൽഡ് അറ്റ് മേക്കിംഗ് ഇമേജസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. നമ്മൾ പറഞ്ഞു ചോളാസ് എന്ന് പറയുന്നത് ടെമ്പിൾ ബിൽഡേഴ്സ് ആണ് അല്ലെ? ചോളാസ് വേർ ദ ഗ്രേറ്റ് ടെമ്പിൾ ബിൽഡേഴ്സ് ആൻഡ് ദേ ഓൾസോ മേക്കിംഗ് ഇമേജസ് ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. ഈ അമ്പല നിർമ്മാണത്തോടൊപ്പം അവരെന്തും കൂടി ഉണ്ടാക്കിയിരുന്നു? ഇമേജസ്, രൂപങ്ങൾ. ഏതിന്റെ? ദൈവങ്ങളുടെ, ഗോഡ്സിന്റെയും ഗോഡസസിന്റെയും ഇമേജും കൂടി ഉണ്ടാക്കിയിരുന്നു. ഇമേജും കൂടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആര്? ചോളാസ്. ദീസ് ഇമേജസ് വർ എയ്തർ സ്റ്റോൺ ഓർ ബ്രോൺസ്. അവരുണ്ടാക്കുന്ന ഈ ഗോഡിന്റെയോ അല്ലെങ്കിൽ ഗോഡസിന്റെയോ ഇമേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ സ്റ്റോൺ കൊണ്ട് അല്ലെങ്കിൽ ബ്രോൺസ് കൊണ്ടായിരിക്കും. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ ബ്രോൺസ് കൊണ്ട് അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കുന്ന ഈ രൂപങ്ങൾ വളരെ ഫേമസ് ആയി മാറി, പോപ്പുലറായി മാറി. ദ ബ്രോൺസ് ഇമേജ് ഓഫ് ലോർഡ് ശിവ, അതാണ് ഏത്? നടരാജ വിഗ്രഹം. കേട്ടിട്ടുണ്ടോ? നടരാജ വിഗ്രഹം കേട്ടിട്ടില്ലേ? യെസ്. ദ ബ്രോൺസ് ഇമേജ് ഓഫ് ലോർഡ് ശിവ ആസ് നടരാജ. ശിവന്റെ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ ഇമേജിനെയാണ് എന്ത് പറയുന്നത്? നടരാജ വിഗ്രഹം എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ നടരാജ വിഗ്രഹം? കേട്ടിട്ടില്ലേ? നടരാജ വിഗ്രഹം അതായത് ശിവന്റെ ഇമേജ് ആണ്. ബ്രോൺസില് ശിവന്റെ ഇമേജ്. ഓക്കെ. ലോർഡ് ഓഫ് ഡാൻസ് ഈസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് സ്പെസിമെൻസ് ഓഫ് ചോള ആർട്ട്. ചോള ആർട്ടിന്റെ ലോർഡ് ഓഫ് ഡാൻസ് വേറൊരു സ്പെസിമെൻസ് ആണ്. ചോള ആർട്ടിന്റെ വേറൊരു സ്പെസിമെൻ ആണ് ഇത് ലോർഡ് ഓഫ് ഡാൻസ്. ഒന്നും കൂടെ പറയാം. സ്കൾപ്ചറിൽ നമ്മൾ പറയുന്നത്
നമ്മുടെ ചോളാസ് were the temple builders and they also making images of gods and goddesses. Then these images neither bronze or സ്റ്റോൺ, കല്ലുകൊണ്ടോ അല്ലെങ്കിൽ ബ്രോൺസ് കൊണ്ടോ ആണ് ഇവര് ദൈവങ്ങളുടെയും ദേവതകളുടെയും ഒക്കെ ഇമേജ് ഉണ്ടാക്കിയിരുന്നത്. അത് കൂടുതൽ ഫേമസ് ആയി മാറി. അങ്ങനെ അവരുണ്ടാക്കിയ ഒരു ബ്രോൺസിൽ ഉണ്ടാക്കിയ ഒരു ഇമേജ് ആണ് ഏത് ഇമേജ് ഓഫ് ലോർഡ് ശിവ, ശിവന്റെ ഒരു രൂപം. അതാണ് ഏതറിയപ്പെടുന്നത്? നടരാജ എന്നറിയപ്പെടുന്നത്. നടരാജ, ശിവന്റെ ബ്രോൺസിൽ കൊത്തിയ രൂപത്തെ നടരാജ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ചോളാസിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ ഇതൊക്കെയാണ് എഴുതേണ്ടത്. അമ്പലം ഉണ്ടാക്കുന്ന ആൾക്കാരും അതുപോലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെയാണ് ആര്? ചോളാസ്. അവര് സ്റ്റോൺ കൊണ്ടോ ബ്രോൺസ് കൊണ്ടാണ് സ്തൂപം ഇമേജസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. അവരുടെ ലാംഗ്വേജ് നോക്കാം. ദ ചോള പീരിയഡ് വിറ്റ്നസ്ഡ് ദ ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസ് സച്ച് ആസ് തമിഴ്, തെലുങ്ക് ആൻഡ് കന്നഡ. മെനി ലിറ്റററി വർക്ക്സ് വർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ദീസ് ലാംഗ്വേജസ്. അതായത് അവര് ഈ ചോള പീരീഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കൂടുതലായി എന്ത് ചെയ്തു? ഗ്രോത്ത് ഓഫ് റീജിയണൽ ലാംഗ്വേജസിനെ വിറ്റ്നസ് ചെയ്തു. പ്രാദേശിക ഭാഷകളെ അവരെപ്പോഴും വിറ്റ്നസ് ചെയ്തു. അത് ഏതൊക്കെയാ? തമിഴ്, കന്നഡ ആൻഡ് തെലുങ്ക്. Tamil, Kannada and Telugu are the regional languages. The Chola period witnessed the growth of regional languages such as Tamil, Kannada and Telugu. Many literary works, അതായത് ഇവരുണ്ടാക്കിയ ഇങ്ങനെയുള്ള സാഹിത്യ എഴുത്തുകൾ ഏതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു? ഇൻടു ദീസ് ലാംഗ്വേജസ്. ഇങ്ങനെ എഴുതിയിട്ടുള്ള ഈ ലിറ്റററി വർക്ക്സ് ഒക്കെ അവര് ഈ കന്നഡയിലോ അല്ലെങ്കിൽ തമിഴിലോ അല്ലെങ്കിൽ തെലുങ്കിലോ ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. The Chola period witnessed the growth of regional languages such as Tamil, Telugu and Kannada. Many literary works were translated to these languages. കുറെ ലിറ്റററി വർക്ക്സ് ഒക്കെ അവര് ഈ ലാംഗ്വേജിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടെ എടുത്ത് നിർത്താം. അവരുടെ അഡ്മിനിസ്ട്രേഷൻ, ഭരണം എങ്ങനെയാന്ന് നോക്കാം നമുക്ക്. The kingdom was divided into provinces called mandalams. The mandalams looked after by governors. Each mandalam was further divided into numerous valanadus. Each valanadu consisted of a number of villages. The village called Nadu was the lowest unit. There were also many towns or nagarams such as Tanjavur, Kanchi and Puhar. അവർ അഡ്മിനിസ്ട്രേഷൻ, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ സ്റ്റേറ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. സ്റ്റേറ്റിനെ വീണ്ടും ഡിസ്ട്രിക്റ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഡിസ്ട്രിക്റ്റിനെ വീണ്ടും പഞ്ചായത്തായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അത് എന്തിനു വേണ്ടിയാ? ഈസി അഡ്മിനിസ്ട്രേഷന് വേണ്ടിയാണ് അല്ലെ, ഭരണത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ചോള കിങ്ഡവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറെ തട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് എന്ത്? മണ്ഡലം. കിങ്ഡം വാസ് ഡിവൈഡ് ഇൻടു പ്രോവിൻസസ്. ഈ ചോള കിങ്ഡത്തെ പ്രോവിൻസുകളായി ഡിവൈഡ് ചെയ്തു. ചോള കിങ്ഡം ഡിവൈഡഡ് ഇൻടു പ്രോവിൻസസ്. ദാറ്റ് പ്രോവിൻസസ് ആർ നോൺ ആസ് മണ്ഡലംസ്. ചോള സാമ്രാജ്യത്തെ പ്രോവിൻസുകളായി ഡിവൈഡ് ചെയ്തു. ആ പ്രോവിൻസിനെ മണ്ഡലം എന്ന് പറയുന്നു. മണ്ഡലത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്തായിട്ട്? വളനാട്സ് ആയി ഡിവൈഡ് ചെയ്തു. ഈ വളനാട് എന്ന് പറയുന്ന സംഭവത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തു. എന്ത്? വില്ലേജുകളായിട്ട്. ആ വില്ലേജിനെ പറയുന്ന പേരാണ് എന്ത്? നാട്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. ചോള കിങ്ഡത്തെ പ്രോവിൻസുകളായി ഡിവൈഡ് ചെയ്തു. ആ പ്രോവിൻസിനെ നമ്മൾ മണ്ഡലം എന്ന് പറയും. ആ മണ്ഡലങ്ങളെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതിന് നമ്മൾ വളനാട് എന്ന് പറയും. വളനാടിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അതാണ് നാട്. മനസ്സിലായോ? ചോള കിങ്ഡത്തെ മണ്ഡലമായും മണ്ഡലങ്ങളെ വളനാടുകളായും വളനാടുകളെ നാടായും ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിരുന്നത്. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.
ഓക്കെ. അപ്പം ചോളാക്കാർ കൂടുതലും അമ്പലം നിർമ്മിക്കുന്നവരായിരുന്നു. അതുപോലെ സ്തൂപങ്ങൾ നിർമ്മിക്കുന്നവരായിരുന്നു. അവർ ബ്രോൺസ് അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടാണ് സ്തൂപങ്ങൾ അല്ലെങ്കിൽ ഇമേജുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്, ദേവന്മാരുടെയും ദേവതകളുടെയും ഒക്കെ. അതിലൊരു ഇമ്പോർട്ടന്റ് ഇമേജ് ആയിരുന്നു ഇത് ലോർഡ് ഓഫ് ശിവയുടേത്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ഇത് നടരാജ എന്ന്, അല്ലെ? യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു അവരുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി അവര് എന്ത് ചെയ്തു? പിന്നെ ചോള കിങ്ഡത്തെ പ്രോവിൻസുകളായി. ആ പ്രോവിൻസിനെ മണ്ഡലം എന്നും മണ്ഡലങ്ങളെ അഗൈൻ ഡിവൈഡ് ചെയ്തു എന്ത് വളനാട് എന്നും. വളനാട്ടിൽ എന്തൊക്കെ ഉണ്ടാവുന്നേ? വളനാട്ടില് പിന്നെ മണ്ഡലങ്ങളെ തരംതിരിച്ചത്. ആദ്യം ചോള കിങ്ഡത്തെ മണ്ഡലങ്ങളായി തരംതിരിച്ചു. അഗൈൻ മണ്ഡലംസ് ഡിവൈഡഡ് ഇൻറ്റു വളനാട്സ്. ദെൻ അഗൈൻ വളനാട്സ് ഡിവൈഡഡ് ഇൻറ്റു നാട്. നാട് എന്ന് പറഞ്ഞാൽ വില്ലേജുകളാണ്, ചെറിയ ചെറിയ വില്ലേജുകൾ. നമ്മൾ ഈ പറഞ്ഞ പോലെ വയക്കര, പാടിച്ചാല് അങ്ങനെ പറയുന്ന പോലെ പെരിങ്ങോം അതുപോലെ ചെറുപുഴ അങ്ങനെ വില്ലേജുകളില്ലേ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വില്ലേജുകളായി തരംതിരിച്ചതിനെ നമ്മൾ നാട് എന്ന് പറയാം. ഇന്നത്തെ നമ്മുടെ എന്താ കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്സ് എന്ന് പറയുന്ന പോലെ തന്നെ. ഓക്കെ. വായിച്ചു നോക്കിയാ മക്കളെ? വായിച്ചോ? വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കേ. വായിച്ചു നോക്കണേ. ഞാൻ എഴുതി തരുന്ന എഴുതാനല്ല, വായിച്ചു നോക്ക. വായിച്ചു കഴിഞ്ഞുവെങ്കിൽ ഇത് എഴുതാട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. If you have finished, please write down these answers. These questions. മിസ്, വേറെ എന്തോ സൗണ്ട് കേൾക്കുന്നു.
ഈ 5 ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. അതിന്റെ ആൻസർ കണ്ടെത്തണേ. 5 ക്വസ്റ്റ്യന്റെയും ആൻസർ കണ്ടെത്തുക. മക്കളെ വേഗം എഴുതണേ, നമ്മുടെ ടൈം കഴിയാനായിട്ടോ. ചെയ്തു. ഫെയ്ത്ത് ചെയ്തോ മോനെ? എഴുതിയോ? ഫെയ്ത്ത് ഫെയ്ത്ത് എഴുതിയെടുത്തോ? ഫെയ്ത്ത് എഴുതിയോ? ഫെയ്ത്ത് ആ ഇവിടെ പണി നടക്കുക. എവിടെ എവിടെ മനസ്സിലായില്ല. മിസ് ഇവിടെ പണി നടക്കുക. ഓക്കെ ഓക്കെ ഡിയേഴ്സ്, ടൈം ഈസ് ഗോയിങ് ടു ഓവർ. അപ്പോൾ ഈ അതിന്റെ ഇത്രയും നാളെ അടുത്ത ക്ലാസ്സിൽ, അതായത് വെള്ളിയാഴ്ച, ഈ ഒരു ലെസണിന്റെ 1 വേർഡ്സ് മുഴുവൻ ഞാൻ ചോദിക്കും. ഇതിൽ നിന്ന് മാക്സിമം 1 വേർഡ്സ് പഠിക്കുക. ഇതിലുള്ള ഈ സെക്കൻഡ് ലെസണിൽ നിന്ന് ഒരു 10ഓ 15ഓ 1 വേർഡ്സ് ഞാൻ എഴുതിക്കും, ചോദിക്കും. ഞാൻ 10ഓ 15ഓ 1 വേർഡ്സിന്റെ ക്വസ്റ്റ്യൻ തരും. അന്നേരം തന്നെ ആൻസർ കണ്ടെത്താം. ഓക്കെ ബൈ ബൈ, സി യു.